കർത്താവിൻ്റെ നല്ല വചനം നമ്മളോട് ഇന്ന് ഇടപെടുന്നത് എഫെസ്യർ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യത്തിനകത്ത് വരുമ്പോൾ എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 11 വരുമ്പോൾ ഇങ്ങനെ വചനം പറയുന്നു, Furthermore, because we are united in Christ, we have received an inheritance from God. For he chose us in advance and he makes everything work out according to his plan. അവനിൽ നാം അവകാശവും പ്രാപിച്ച് ദൈവഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ്റെ നിർണയപ്രകാരം നാം മുൻ നിയമിക്കപ്പെട്ടത്. ആമേൻ, സ്തോത്രം. അപ്പം കർത്താവ് പറഞ്ഞ അവിടെ ഒരു വാക്കുണ്ട്, ഫർദർമോർ. അപ്പം ഇത്രയും പറഞ്ഞത് കൂടാതെ ഇത് കൂടാതെ വേറൊരു കാര്യവും കൂടെ ഉണ്ട്. എന്താണ്? നാം ക്രിസ്തുവിൽ ഒന്നായതുകൊണ്ട്, ബിക്കോസ് വി ആർ യുണൈറ്റഡ് ഇൻ ക്രൈസ്റ്റ്. കണ്ടോ, നമ്മൾ ക്രിസ്തുവിൽ ഒന്നായതുകൊണ്ട് നമുക്ക് വാഗ്ദത്തങ്ങളല്ല, നമുക്ക് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന്, കർത്താവിൻ്റെ കയ്യിൽ നിന്ന് സകല അവകാശവുമാണ് ലഭിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. വി ഹാവ് റിസീവ്ഡ് ആൻ ഇൻഹെറിറ്റൻസ് ഫ്രം ഗോഡ്. വി ഹാവ് റിസീവ്ഡ് ആർ പ്രോമിസസ് എന്നല്ല, വി ഹാവ് റിസീവ്ഡ് ആൻ ഇൻഹെറിറ്റൻസ് ഫ്രം ഗോഡ്. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വാഗ്ദത്തങ്ങൾ ലഭിച്ചു എന്നല്ല, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ അവകാശം ലഭിച്ചു. ഒരു അവകാശം എന്നാണ് പറയുന്നത്. വി ഹാവ് റിസീവ്ഡ് ആൻ ഇൻഹെറിറ്റൻസ് ഫ്രം ഗോഡ്. ഈ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ഈ അവകാശം പരിശുദ്ധാത്മാവായ അവകാശം. പഴയ നിയമകാലം തൊട്ട് അവർ കാത്തിരുന്ന അവകാശമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്കും എനിക്കും യേശുവിനെ വിശ്വസിച്ച് യേശു എൻ്റെ കർത്താവാണ് എന്ന് ഏറ്റുപറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ഹൃദയം കൊണ്ട് വിശ്വസിച്ചപ്പോൾ, യേശു എൻ്റെ ദൈവമാണെന്ന് തീരുമാനിച്ചപ്പോൾ, അന്ന് തുടങ്ങി പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ ഹല്ലേലൂയ വന്ന് നമ്മളെ ക്രിസ്തുവിൽ വഴി നടത്തി, നമ്മളെ കർത്താവിൽ ചേർത്ത്, നമ്മളോട് സകല സത്യങ്ങളും വെളിപ്പെടുത്തി നമ്മളെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് വചനം പറയുന്നത്. നാം അത് മാത്രമല്ല, നാം ക്രിസ്തുവിൽ ഒന്നായതുകൊണ്ട്, ഐക്യതയുള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തിൽ നിന്നൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ഇത് ലഭിച്ചു കഴിഞ്ഞു, ഇനി ലഭിക്കും എന്നല്ല, നിങ്ങൾ അതും ഇതുമൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നല്ല. ബിക്കോസ് നമ്മുടെ വിശ്വാസത്താലത്രേ, നമ്മുടെ അനുഗ്രഹങ്ങൾ വിശ്വാസത്താലത്രേ, നമ്മൾ നേടുന്നതെല്ലാം വിശ്വാസത്താലത്രേ. നമ്മൾ ചടങ്ങ് ചെയ്തിട്ടോ എന്തോ കർമ്മങ്ങൾ ചെയ്തിട്ടോ അല്ല, നമ്മുടെ ഹൃദയം വിശ്വസിക്കുമ്പോൾ ദൈവത്തിന് നമ്മൾക്ക് അവകാശമായി പരിശുദ്ധാത്മാവിനെ നൽകാൻ സാധിക്കും. പരിശുദ്ധാത്മാവിനെ നൽകിയാൽ, പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നല്ല കാര്യസ്ഥനാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലേക്കും വഴി നടത്തുന്നതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുന്നതാണ്. സകല ആത്മീയ രഹസ്യങ്ങളും സകല ആത്മീയ വർധനവും നമുക്ക് തരുന്നതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കും ദൈവവും തമ്മിൽ ഒരു ബന്ധമുണ്ടായി. സ്തോത്രം. പിന്നെ നമ്മളെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉയർച്ചയിലേക്ക്, നമ്മളെ അനുഗ്രഹത്തിലേക്ക്, നമ്മളെ കൂടുതൽ അറിവിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നത് ഒരു ഗ്യാരൻറ്റിയാ, ഒരു ഉറപ്പാണ്. ഹല്ലേലൂയ, നാം ദൈവ പൈതലാണെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് അവകാശമായി ലഭിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, ഈ ലോകത്ത് പിശാച് എത്ര തന്ത്രമൊരുക്കിയാലും എന്ത് ചെയ്താലും നിങ്ങളും ഞാനും നശിച്ചു പോകത്തില്ല, തീർച്ചയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ അപ്പോസ്തലന്മാർ കാത്തിരുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് അവകാശമായി നൽകിയിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് വചനം അവിടെ പറയുക, എഫെസ്യർ 1:11 പറയുക, ഫോർ ഹി ചോസ് അസ് ഇൻ അഡ്വാൻസ്. എന്തിനാണ് നമുക്ക് ഈ അവകാശമായ പരിശുദ്ധാത്മാവിനെ നൽകുന്നത്? എന്തുകൊണ്ടെന്നാൽ നിങ്ങളെയും എന്നെയും പണ്ടേ ദൈവം തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ എന്ന് വിളിച്ചു പറഞ്ഞേ, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ഹല്ലേലൂയ. ഞാൻ വെറുതെ അങ്ങനെ ഇരുന്നപ്പം എന്തോ കർത്താവിനെ അറിഞ്ഞു. നോ. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ, ഇന്ന് ഈ വചനം കേൾക്കുന്ന
ഓരോരുത്തരെയും കർത്താവ് തെരഞ്ഞെടുത്തതാണ്. ഹല്ലേലൂയ. യേശുവിലാകാൻ തെരഞ്ഞെടുത്ത വ്യക്തികളാണ്. സ്തോത്രം. നിസ്സാരക്കാരല്ല. ഇന്ന് വിളിച്ചു പറയണം, എന്നെ ദൈവം തെരഞ്ഞെടുത്തതാ. അല്ലെ, ഈ തെരഞ്ഞെടുപ്പ് ഇന്നലെയോ മിനിഞ്ഞാന്നോ നടന്നതല്ല, അല്ലെങ്കിൽ 5 മാസം മുമ്പോ 1 മാസം മുമ്പോ നടന്നതല്ല. സ്തോത്രം. ഈ തെരഞ്ഞെടുപ്പ്, ദൈവത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് നടന്നത് അല്ലെ ഈ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ്, അല്ലെ അമ്മയുടെ ഉദരത്തിൽ നിങ്ങളും ഞാനും ഉരുവാവുന്നതിന് മുമ്പേ സംഭവിച്ച തെരഞ്ഞെടുപ്പ്. സ്തോത്രം. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കോളിംഗ്. ഹല്ലേലൂയ. ഒരു പ്രത്യേകമായ ഒരു തെരഞ്ഞെടുപ്പ്, കർത്താവിനെ അറിയുവാനുള്ള തെരഞ്ഞെടുപ്പ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അവകാശം നിങ്ങളിലും എന്നിലും വരാനുള്ള തെരഞ്ഞെടുപ്പ്. ഹല്ലേലൂയ. ഇത് ഒന്നകത്ത് കയറിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പോടെ പറയാം, ഈ വചനം കേൾക്കുന്നവർ രാജാക്കന്മാരെ പോലെ ജീവിക്കും. വചനം നമ്മളെക്കുറിച്ച് പറയുന്ന 1 പത്രോസിൻ്റെ ലേഖനം പറയുന്ന നമ്മൾ രാജകീയ പുരോഹിത വർഗമാണെന്ന്. ഹല്ലെ എന്ന് പറഞ്ഞാൽ നമ്മൾ രാജാക്കന്മാരാണെന്ന്, നമ്മൾ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവരാണെന്ന്, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വംശമാണെന്ന്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെന്ന്, ഒരു വേർതിരിക്കപ്പെട്ട ജാതിയാണെന്ന് നമ്മളെക്കുറിച്ച് പറയുന്നു. ഹല്ലെ ഈ അറിവകത്തേക്ക് കയറിയാൽ തല ഉയർത്തി അനുഗ്രഹം അനുഭവിച്ചവരായി തന്നെ ജീവിക്കാൻ തുടങ്ങും. അല്ലാതെ ആരുടെയൊക്കെ സഹായത്തിൽ ജീവിക്കുന്നത് പോലെ ജീവിച്ചുകൊണ്ട് പോകത്തില്ല. സ്തോത്രം. കരഞ്ഞും കൂവിയും നിലം വിളിച്ചും ജീവിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് തിരിച്ചറിയണം. തിരുവചനം അവിടെ പറയുന്നു, furthermore because we are united in Christ we have received an inheritance from God. നമുക്കിത് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു. ഈ അവകാശം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇറ്റ് ഈസ് ours. അതുകൊണ്ട് ദൈവവചനം കിടക്കുന്നത്, ഹല്ലേലൂയ, ലൂക്കാ സുവിശേഷത്തിനകത്ത് കിടക്കുന്നത്, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ മക്കൾ അപ്പം ചോദിച്ചാൽ നിങ്ങൾ കല്ല് കൊടുക്കുവോ? നിങ്ങളോട് മുട്ട ചോദിച്ചാൽ നിങ്ങൾ പാമ്പിനെ കൊടുക്കുവോ എന്ന് ചോദിക്കുന്നത്. എന്നിട്ട് അവിടെ പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ എത്രയധികം പിതാവ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകും. അപ്പം നമ്മൾ മക്കളാണ്. നമ്മൾ കർത്താവിനോട് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് അളവില്ലാതെ നൽകിയിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്കിത് അവകാശമായി ലഭിച്ചിരിക്കുക. സ്തോത്രം. ഒരു ആർക്കെങ്കിലും ഒരു അവകാശം, ഒരു വീട് അവകാശമായി അപ്പനും അമ്മയും കൊടുക്കുവാന്ന് വെക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും വഴി അവർക്ക് അവകാശം കിട്ടിയെന്ന് വെക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അതിനകത്ത് ആ അവകാശം അവരൊന്നും അതിന് അധ്വാനിച്ചില്ല, അല്ലേ? ആരോ അധ്വാനിച്ചിട്ട് ഇവരോട് ഇഷ്ടം തോന്നിയിട്ട്, സ്തോത്രം, അല്ലെങ്കിൽ നിങ്ങളോട് ഇഷ്ടം തോന്നിയിട്ട് ആ വ്യക്തി നിങ്ങളുടെ പേരിൽ ഈ വസ്തു, വീട്, സ്ഥലം എല്ലാം എഴുതി തന്നിട്ട് പോയി. ഹല്ലേലൂയ. അധ്വാനിക്കാതെ ലഭിക്കുന്ന നന്മയാണ്, അധ്വാനിക്കാതെ ലഭിക്കുന്ന അനുഗ്രഹം. എന്തായിരുന്നു അതിൻ്റെ ആ വസ്തു, അല്ലെങ്കിൽ ആ വീട്, അല്ലെങ്കിൽ ആ നന്മ, അവകാശം ലഭിക്കാൻ കാരണം? തിരുവചനം പറയുന്നു, ബിക്കോസ് വി ആർ യുണൈറ്റഡ് ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. എഫെസ്യർ 1:11 പറയുന്നു, ബിക്കോസ് വി ആർ യുണൈറ്റഡ് ഇൻ ക്രൈസ്റ്റ്. എന്തുകൊണ്ടെന്നാൽ നാം ക്രിസ്തുവിൽ ഐക്യതയുള്ളവർ, നാം ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നവർ. അപ്പം യേശുവിനോട് എത്രത്തോളം സമയം ചെലവഴിക്കുന്നോ, യേശുവിനോടൊപ്പം എത്രത്തോളം ഇരിക്കുന്നോ, യേശുവിനോടൊപ്പം എത്രത്തോളം സംസാരിക്കുന്നോ, യേശുവിനോട് എത്രത്തോളം ഫെലോഷിപ്പ് വർദ്ധിക്കുന്നോ, കൂട്ടായ്മ വർദ്ധിക്കുന്നോ ക്രിസ്തു യേശുവിനോടൊപ്പം, അത്രത്തോളം ഹല്ലേലൂയ നമ്മളുടെ അകത്തെ അവകാശം എന്തെന്ന് നമ്മൾ തിരിച്ചറിയും. ഈ അവകാശത്തിൻ്റെ പൂർണ്ണതയ്ക്കകത്തേക്ക് നമ്മളെ കയറ്റും. ഹല്ലേലൂയ. നമ്മളെ മുൻപേ തിരഞ്ഞെടുത്തത് കൊണ്ടും. എന്നിട്ട് അവിടെ വചനം പറയുന്നത്, ആൻഡ് ഹി മേക്സ് എവറിഥിങ് വർക്ക് ഔട്ട് അക്കോർഡിംഗ് ടു ഹിസ് പ്ലാൻ. തൻ്റെ പദ്ധതി പ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ, പിശാച് എത്ര തന്ത്രം ഒരുക്കിയാലും, ആരെവിടെ എന്തൊക്കെ മെനഞ്ഞാലും, എന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നും ഏശാൻ പോകുന്നില്ല. ഹല്ലേലൂയ. ഇതൊന്നും ഹല്ലേലൂയ നിങ്ങളെയും എന്നെയും പിടിച്ചു വലിച്ച് പുറമോട്ട് കൊണ്ടുപോകത്തില്ല. സ്തോത്രം. സകലതും എനിക്കും നിങ്ങൾക്കും നന്മയായേ തീരത്തുള്ളൂ. ഹല്ലേലൂയ. ഇത് പൂർണ്ണമായി നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ഈ അനുഗ്രഹം നമുക്ക് പൂർണ്ണമായി ലഭിച്ചു കഴിഞ്ഞിരിക്കുക. സ്തോത്രം. 13-14 വാക്യങ്ങൾക്കകത്ത് വരുമ്പം, എഫെസ്യർ ലേഖനം 1:13-14 വാക്യങ്ങൾക്കകത്ത് വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, ആൻഡ് നൗ യു ജെൻറ്റൈൽസ് ഹാവ് ഓൾസോ ഹേർഡ് ദ ട്രൂത്ത്, the good news that God saves you. And when you believed in Christ, he identified you as his own by giving you the Holy Spirit whom he promised long ago. 13ാമത്തെ വാക്യം. എന്നിട്ട് ഇപ്പോഴോ, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയ്ക്ക് കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്
തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ അവകാശത്തിൻ്റെ അക്ഷാരമായ വാഗ്ദാനത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ആമേൻ. അപ്പം 13-ാം വാക്യം പറയുന്നു, ആൻഡ് നൗ യു ജെൻറ്റൈൽസ് ഹവ് ഓൾസോ ഹേർഡ് ദ ട്രൂത്ത്. ജാതികളായ നിങ്ങളിപ്പോൾ ഈ വചനം കേട്ടിരിക്കുന്നു, ഈ സത്യം കേട്ടിരിക്കുന്നു. സത്യം കേട്ടത് കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചു. ആൻഡ് വെൻ യു ബിലീവ്ഡ് ഇൻ ക്രൈസ്റ്റ്, നിങ്ങൾ വിശ്വസിച്ചപ്പോൾ ദൈവം നിങ്ങളെ അവൻ്റെ സ്വന്തമാക്കി. അല്ല, എങ്ങനെ? പരിശുദ്ധാത്മാവിനെ നൽകി. അപ്പം കണ്ടോ, ദൈവവചനം സത്യസുവിശേഷം കേൾക്കണം, സദ്വർത്തമാനം കേൾക്കണം. സദ്വർത്തമാനം കേട്ടപ്പോൾ സദ്വർത്തമാനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ യേശുവാണ്. യേശുവിനെക്കുറിച്ച് നമ്മൾ കേൾക്കണം. യേശുവിനെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ യേശുവിനെ നമ്മൾ വിശ്വസിക്കും. യേശുവിനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മളെ സ്വന്തമായി കണക്കിട്ടിട്ട് വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും. അപ്പം പരിശുദ്ധാത്മാവിനെ കിട്ടാനായിട്ട് എന്തുവാണ് വേണ്ട? ഒരു കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ വചനം കേൾക്കണം, വചനം കേട്ട് ക്രിസ്തുവിനെ വിശ്വസിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ ക്രിസ്തു നമ്മളെ തൻ്റെ സ്വന്തമാക്കി കണക്കിട്ടിട്ട് ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ലഭിക്കും. അപ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്നവർ യേശുവിനെ വിശ്വസിക്കുന്നവരാണോ? യേശു സ്വന്തം രക്ഷിതാവാണെന്ന് വിളിച്ചു പറയുന്നവരാണോ? യേശു എൻ്റെ കർത്താവാണ്, അല്ലെ ഞാൻ ദൈവത്തിൻ്റെ ജനമാണ് എന്ന് വിശ്വസിച്ച് വിളിച്ചു പറയുന്ന ഒരു കൂട്ടമാണോ എന്നെ വചനം കേൾക്കുന്നത്? എന്നാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു 14-ാം വാക്യം പറയുന്നു, ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അച്ചാരമാണ്. ഇറ്റ്സ് എ ഗ്യാരൻറ്റി. എന്താണ് ഗ്യാരൻറ്റി ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് വസിച്ചിട്ട് എന്താണ് ഉറപ്പ് തരുന്നത്? ഹല്ലേലൂയ. ഉറപ്പ് തരുന്നത് ഇതാണ്, that he will give us the inheritance he promised and that he has purchased us to be his own people. ഹല്ലേലൂയ. നമുക്ക് വാഗ്ദാനം ചെയ്ത്, നമുക്ക് വാഗ്ദത്തം പറഞ്ഞ് അവകാശം നമുക്ക് നൽകുമെന്നും, ഹല്ലേലൂയ, നമ്മളെ വീണ്ടെടുത്തതാ, യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്തതാ, വിലയ്ക്ക് വാങ്ങിയതാ. ഹല്ലേലൂയ. തൻ്റെ സ്വന്തം ജനമായി തീരാൻ വേണ്ടി നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാ. ഹല്ലേലൂയ. അപ്പം വചനം ഇവിടെ പറയുന്നു, നാം വചനം കേട്ട് യേശുവിനെ വിശ്വസിച്ച് കൈക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ തൻ്റെ സ്വന്തമായിട്ട് കണക്കിട്ടിട്ട് തിരഞ്ഞെടുത്തിട്ട് നമ്മുടെ മേൽ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അവകാശമായി നൽകും. അല്ല, ഇനി അത് പ്രോമിസ് അല്ല, ഇനി അത് തരാമെന്നല്ല, പക്ഷേ നൽകി കഴിഞ്ഞിരിക്കുന്നു. അപ്പം പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണേ നല്ല പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ അകത്തുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ എനിക്കൊന്ന് അനുഭവിക്കാൻ എന്നെ സഹായിക്കണേ കർത്താവേ എന്നായിരിക്കണം പ്രാർത്ഥന. കണ്ടോ, പലവരും പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവിനെ തായേ, പക്ഷേ വചനം ഇവിടെ കിടക്കുന്നു. നാം ക്രിസ്തുവിൻ്റെ സത്യസുവിശേഷം കേൾക്കുമ്പോൾ, നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, അല്ലെ, ദൈവം നമ്മളെ സ്വന്തമായി തിരഞ്ഞെടുത്തിട്ട് നമ്മളുടെ മേൽ അവകാശമായ പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിങ്ങളും ഞാനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാ. സ്തോത്രം. പക്ഷേ പലവരിലും പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവർത്തനം എന്താ കാണാത്തത്? ഈ വചനത്തിൻ്റെ സത്യം അറിയാത്തത് കൊണ്ട്. അപ്പോൾ ഇന്ന് സ്വന്തമായിട്ട് ഇന്നിങ്ങനെ സംസാരിക്കണം. ഇത് വചനമാണ്. ഇന്ന് കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയണം, ഞാൻ സത്യസുവിശേഷം കേട്ടു, ഞാൻ യേശുവിനെ വിശ്വസിച്ചു കൈക്കൊണ്ടു. അല്ല, ദൈവം എന്നെ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്തു, ഞാൻ ദൈവത്തിൻ്റേതെന്ന് പറഞ്ഞ് എന്നെ ദൈവം തിരഞ്ഞെടുത്തു. ഇനി എൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. ഇതെൻ്റെ അവകാശമാണ്. എൻ്റെ മേൽ കിടക്കുന്ന പരിശുദ്ധാത്മാവ് എന്നിലൂടെ ഒന്ന് വെളിപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുള്ളവർ പോകുന്നിടത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കും. സ്തോത്രം. ഹല്ലേലൂയ. കൈവച്ച് പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാകും. യേശുവിൻ്റെ നാമത്തിൽ ഭൂതത്തിനോട് മാറാൻ പറഞ്ഞാൽ ഭൂതം മാറും. ഹല്ലേലൂയ. അത്ഭുതങ്ങളും നടക്കുമെന്ന്. സ്തോത്രം. ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? എന്നെ ഇത് കേൾക്കുന്നവരിൽ വിശ്വസിക്കുന്നവർ ഒരു തീരുമാനമെടുക്കണം, ഞാൻ ഇനി ഈ അനുഭവത്തിൽ നടക്കും. എന്താണ്? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ തായേ നല്ല പറയുന്നത്
കർത്താവെ, എന്നിലുള്ള പരിശുദ്ധയാത്മാവ് ഒന്ന് വെളിപ്പെടട്ടെ, അതൊന്ന് മാനിഫെസ്റ്റ് ആവട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് എന്നിലൂടെ എനിക്കതൊന്ന് കാണണം. അന്യഭാഷയായ അടയാളം എന്നിൽ ഉണ്ടായി വരട്ടെ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അകത്ത് പരിശുദ്ധയാത്മാവ് കിടപ്പുണ്ട്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 തൊട്ട് 14 വരെയും നമ്മൾ പഠിക്കുമ്പോൾ പലവരും ഇത് കാണാതെ പഠിച്ച് ഇത് ഏറ്റുപറഞ്ഞ് ജീവിതത്തിനകത്ത് വെക്കുന്നവർ തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല. പക്ഷെ തിരുവചനം അവിടെ തുടക്കത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ഇതെല്ലാം കേട്ട് നീ അനുസരിച്ച് നീ ഇത് പാലിച്ചാൽ നിന്നെ ഞാൻ എല്ലാവരുടെ മേലും ഉയർത്തി വെക്കും. നല്ലൊരു കാര്യം അവിടെ വചനം, കുറേ അനുഗ്രഹങ്ങൾ അവിടെ പറയുന്നുണ്ട്. തിരുവചനം എന്ന് നമ്മളോട് പറയുന്നത് ഈ അനുഗ്രഹങ്ങളെല്ലാം ഇവിടെ പറയുന്ന 2-ാം വാക്യം പറയുന്നു, യു വിൽ എക്സ്പീരിയൻസ് ഓൾ ദീസ് ബ്ലെസ്സിങ്സ് ഇഫ് യു ഒബേ ദ ലോർഡ് യുവർ ഗോഡ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് ഇതെല്ലാം, ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് അവകാശമായി നമ്മളുടെ അകത്ത് കിടക്കുമ്പോൾ നമ്മളുടെ ഈ പറയുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെയും എൻ്റെയും അവകാശം തന്നെയാണ്. ഇത് തരാം. ഇതെല്ലാം 28-ാം അധ്യായം 1 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ ഇതെല്ലാം എനിക്ക് തരാമെന്നല്ല. പക്ഷേ ഇന്ന് ഇതേ കൈവച്ചിട്ട് പറയണം. 28-ാം അധ്യായം 1 തൊട്ട് 14 ആവർത്തന പുസ്തകം ഡ്യൂട്ടറോണമി ചാപ്റ്റർ 28 വേഴ്സ് നമ്പേഴ്സ് 1 to 14 ഇതിൻ്റെ മേൽ കൈവച്ചിട്ട് പറയണം, ഇന്ന് പരിശുദ്ധയാത്മാവ് എനിക്ക് അവകാശമായി എൻ്റെ അകത്തുള്ളത് കൊണ്ട് ഈ അനുഗ്രഹങ്ങളെല്ലാം എൻ്റേതാണ്. എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ പേര് വലുതായി തീരും. എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടും. എൻ്റെ അപ്പക്കൊട്ട അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടും. എന്താ? ദൈവത്തിൻ്റെ അവകാശമായ പരിശുദ്ധയാത്മാവ് എൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് ഞാനൊരു അനുഗ്രഹമായേ പറ്റൂ. എന്ന് വെച്ചാൽ ദൈവം എൻ്റെ അകത്തുണ്ട്. ദൈവത്തിൻ്റെ ശക്തി എൻ്റെ അകത്തുണ്ട്. ദൈവത്തിൻ്റെ കഴിവ് എൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് ഞാനൊരു അനുഗ്രഹമായേ തീരത്തുള്ളൂ. സ്തോത്രം, കർത്താവിന് മഹത്വം. എന്നിട്ട് എഫെസ്യരുടെ ലേഖനം 1:19 അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്, ഐ ഓൾസോ പ്രേ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ ഇൻക്രെഡിബിൾ ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ്സ് പവർ ഫോർ us who believe in him. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. എന്താണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയെ നിങ്ങളൊന്ന് തിരിച്ചറിയുവാൻ. ഈ ശക്തി ഏതാണ്? കല്ലറയ്ക്കകത്തുനിന്ന് മരിച്ച് യേശുവിനെ ഉയർപ്പിച്ച് അതേ ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങളൊന്ന് അറിയാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയും എൻ്റെ അകത്ത് വസിക്കുന്ന പരിശുദ്ധയാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് തിരുവചനോടെ പറഞ്ഞു. ഇൻക്രെഡിബിൾ ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അളവിനപ്പുറമുള്ള വലുപ്പത്തിൽ വാഴുന്ന ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് അറിവുള്ളവരായിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഈ അറിവിനകത്തേക്ക് വന്നാൽ എന്നിൽ ആരാ വസിക്കുന്നത് എന്ന് നമുക്കൊന്ന് തിരിച്ചറിഞ്ഞാൽ, എൻ്റെ അകത്ത് വാഴുന്ന എൻ്റെ അകത്ത് വാഴുന്ന പരിശുദ്ധയാത്മാവിനാൽ ഞാൻ വിശ്വസിച്ചപ്പോൾ എനിക്ക് അവകാശമായി, എനിക്കൊരു ഗ്യാരൻറ്റിയായി ദൈവം ഇട്ടു തന്നതാ പരിശുദ്ധയാത്മാവിനെ. ഈ പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു? പിതാവായ ദൈവത്തിൻ്റെ കയ്യിലുള്ള സകല അനുഗ്രഹങ്ങളുടെയും അവകാശി ഞാനാണ്. ഹല്ലേലൂയ എന്ന് വിളിച്ചു പറഞ്ഞേ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സകല അനുഗ്രഹത്തിൻ്റെ അവകാശി ഞാനാണ്. ഹല്ലേലൂയ. എൻ്റെ അകത്ത് വസിക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിശുദ്ധയാത്മാവിൻ്റെ ശക്തിയാണ്. ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി എന്നിൽ വസിക്കുന്നത് കൊണ്ട് ഇനി എനിക്ക് വാഗ്ദത്തങ്ങൾ ലഭിക്കുമെന്നല്ല, എനിക്ക് അനുഗ്രഹങ്ങളുണ്ട്. എനിക്കെല്ലാം അവകാശമായി എൻ്റെ അകത്തുണ്ട്. സ്തോത്രം. ഈ അവകാശം എൻ്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഹല്ലേലൂയ. ആ വീട് എനിക്ക് അവകാശമായി കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പോയി താക്കോലിട്ട് തുറന്ന് വീട്ടിനകത്ത് വസിക്കും. അതേപോലെ പരിശുദ്ധയാത്മാവിൻ്റെ സകല അനുഗ്രഹങ്ങളും, സ്വർഗത്തിലുള്ള സകല അനുഗ്രഹങ്ങളും, ദൈവത്തിൻ്റെ അകത്ത് കിടക്കുന്ന സകല നന്മകളും എനിക്ക് അവകാശമായി തന്നിട്ടുള്ളത് കൊണ്ട്, പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തുള്ളത് കൊണ്ട് ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്കുള്ളതാ. ഞാൻ എന്ത് ചെയ്താൽ മതി? താക്കോലിട്ട് തുറന്ന്
വസിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. പറഞ്ഞേ, ഞാൻ വസിക്കും. ഹല്ലേലൂയ. ഞാൻ വസിച്ചാൽ മതി. ഞാൻ അനുഗ്രഹത്തിനകത്തൊന്ന് ജീവിച്ചാൽ മതി. ഞാൻ അനുഗ്രഹത്തിനകത്തൊന്ന് വാഴ്ന്നാൽ മതി. ഹല്ലേലൂയ. നമ്മൾക്ക് വചനം നമ്മളുടെ ജീവിതത്തിൻ്റെ ഈ അനുഗ്രഹങ്ങളെ തുറന്നു തരുന്ന താക്കോല്. ഹല്ലേലൂയ. അവകാശമായി ലഭിച്ച വീടിന് ഒരു താക്കോലുണ്ടല്ലേ? അതേപോലെ അവകാശമായി ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സകല അനുഗ്രഹം തുറന്നു വരണമെങ്കിൽ വചനമായ താക്കോല് നമ്മുടെ കയ്യിൽ കർത്താവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഓരോ താക്കോലെടുത്ത് ഉപയോഗിക്കുമ്പോൾ ഓരോ അനുഗ്രഹവും തുറന്നു വരും. കർത്താവുമായിട്ട് നമ്മൾ എത്രത്തോളം ഐക്യതയോടെ ചേർന്നിരുന്ന് നമ്മൾ ഈ തിരിച്ചറിവിൽ നമ്മൾ ജീവിക്കുന്നോ അത്രത്തോളം ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ സാധിക്കും. ഇനിയും ഈ വചനം കേൾക്കുന്നവരൊക്കെ നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന. ഹല്ലേലൂയ. തിരിച്ചറിയണം, വിളിച്ചു പറയണം, യേശു എന്നിൽ വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് സ്ഥിരതയോടെ വസിക്കുവാൻ ഹല്ലേലൂയ നാം അതിന് തയ്യാറെടുക്കണം. ക്രിസ്തുവിൽ നമ്മളെ തന്നെ ഹല്ലേലൂയ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്നാനത്തിലൂടെ ക്രിസ്തുവിനെ ധരിച്ച് ഹല്ലേലൂയ ജലസ്നാനത്തിലൂടെ പൂർണ്ണ സ്നാനത്തിലൂടെ ക്രിസ്തുവിനെ ധരിച്ച് ക്രിസ്തുവുമായിട്ട് ഒന്നായി പരിശുദ്ധാത്മാവിനെ നമ്മളുടെ അകത്ത് ഉണ്ട് എന്നുള്ള തിരിച്ചറിവിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ സകല അനുഗ്രഹത്തിനകത്തേക്കും കയറുവാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവിനെ വെളിപ്പെടുത്തണമെങ്കിൽ നാം ക്രിസ്തുവിനെ പോലെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കണം. നാം ക്രിസ്തുവിനെ പോലെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കാൻ ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ഹല്ലേലൂയ. ആ കാൽവരി ക്രൂശിൽ ചീന്തിയ രക്തത്തിനകത്ത് നാം മുങ്ങിപ്പൊങ്ങുമ്പോൾ, സ്നാനക്കുളത്തിൽ മുങ്ങിപ്പൊങ്ങി എഴുന്നേൽക്കുമ്പോൾ നാം ക്രിസ്തുവിനെ ധരിച്ച് ഹല്ലേലൂയ കർത്താവിനെ പോലെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി പ്രവർത്തിക്കുവാൻ നമ്മൾ ഇടം കൊടുക്കുക. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അവകാശത്തിനകത്തേക്ക് കയറി നിൽക്കുവാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ. ബ്ലെസ് യു. ഹല്ലേലൂയ. കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഇന്നെന്നെ കേൾക്കുന്നവർ, പല നാളായി വചനം കേൾക്കുന്നവർ, ഹല്ലേലൂയ ക്രിസ്തുവിന് ഹൃദയം കൊടുത്ത് ജീവിക്കുന്നവർ, അവർ അവകാശികളാണ്, അവർ മക്കളാണ്. ഹല്ലേലൂയ. സ്തോത്രം. രണ്ട് വിധത്തിലെ സ്നാനം വചനം പറയുന്നുണ്ട്, ജലസ്നാനവും ആത്മസ്നാനവും. കർത്താവെ ജലസ്നാനവും ആത്മസ്നാനവും സ്വീകരിക്കുവാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കണം. ഹല്ലേലൂയ. ജലസ്നാനപ്പെട്ടിട്ട് ആത്മസ്നാനം ലഭിക്കാത്തവർക്ക് ആത്മസ്നാനം അനുഭവിക്കാൻ ഇടയാവട്ടെ. കർത്താവെ ഹല്ലേലൂയ. ജലത്തിൽ സ്നാനപ്പെടാത്തവർ ജലസ്നാനം എടുക്കുവാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ. തനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന നന്മകളും അവകാശങ്ങളും എത്രത്തോളമാണെന്ന് ഹല്ലേലൂയ തിരിച്ചറിയുവാൻ കർത്താവ് ഓരോരുത്തരെയും സഹായിക്കണം. ഹല്ലേലൂയ. സൗജന്യമായി ലഭിച്ച് ഈ അനുഗ്രഹങ്ങൾ പ്രവൃത്തിയാലല്ല വിശ്വാസത്താൽ ലഭിച്ചത്. കർത്താവ് അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഏതെങ്കിലും ഭാരത്താൽ കർത്താവ് ഇങ്ങനെ നെഞ്ചിനകത്ത് വേദനയാൽ ഭയങ്കര വിഷമത്താൽ ഭാരത്താൽ ഇരിക്കുന്ന കർത്താവ് ഉളുക്കിയതുപോലെ ഇരിക്കുന്ന അവസ്ഥ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോവട്ടെ. കർത്താവ് സകലരെയും സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.